ആദ്യത്തെ കൺമണിക്കായുള്ള കാത്തിരിപ്പിലാണ് ദിയ കൃഷ്ണ. 3-ാം മാസത്തിലെ പരിശോധനകളടക്കം പൂർത്തിയാക്കിയ അമ്മയും കുഞ്ഞും ആരോഗ്യവാന്മാരാണെന്ന് ഉറപ്പിച്ച ശേഷമാണ് പ്രഗ്നൻസി താരപുത്രി റിവീൽ ചെയ്തത്. ലണ്ടൻ ട്രിപ്പിനിടയിൽ പകർത്തിയ വീഡിയോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു താൻ ഒരു അമ്മയാകാൻ പോകുന്നുവെന്ന വിവരം ദിയ ആദ്യമായി ആരാധകരെ അറിയിച്ചത്. അതിനു മുമ്പ് തന്നെ ആരാധകരുടെ എക്സ്റേ കണ്ണുകൾ ദിയ ഗർഭിണിയാണ് എന്ന് പ്രവചിച്ചിരുന്നു. ജൂലൈ മാസത്തിലാണ് ഡെലിവറി ഡേറ്റ്. ഗർഭിണിയായ ശേഷം ജീവിതത്തിലെ ഏറ്റവും മനോഹരവും വിശുദ്ധവുമായതെന്ന് കരുതുന്ന കാലഘട്ടം തരുന്ന സന്തോഷവും സുഖവും ബുദ്ധിമുട്ടുകളും എല്ലാം ദിയ ആസ്വദിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 8 മാസം പിന്നിട്ടതേയുള്ളൂ. വിവാഹത്തിന് മുൻപ് തന്നെ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദിയയ്ക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ ആദ്യ സമയങ്ങളിൽ കൺസീവ് ആകാതിരുന്നപ്പോൾ ഭയന്നിരുന്നുവെന്നും ചികിത്സ തേടിയാലോ എന്ന് പോലും താൻ ചിന്തിച്ചിരുന്നുവെന്നും ദിയ പറഞ്ഞിരുന്നു. എന്നാൽ അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. അതിനു മുൻപ് തന്നെ ദിയ ഗർഭിണിയായി. ആദ്യത്തെ 2 ട്രൈമസ്റ്റർ തനിക്ക് ബുദ്ധിമുട്ടേറിയതായിരുന്നുവെന്ന് താരം പറഞ്ഞിരുന്നു. എന്നിരുന്നാലും വീട്ടിൽ മടി പിടിച്ച് ഒതുങ്ങിക്കൂടാൻ ദിയ തയ്യാറായിരുന്നില്ല. യാത്രകളും ബിസിനസ്സുകളും എല്ലാമായി സജീവമായിരുന്നു. ഇക്കഴിഞ്ഞ മെയ് 11 മാതൃദിനത്തിലായിരുന്നു ദിയയുടെ വളകാപ്പ് ചടങ്ങ്. വിവാഹം പോലെ ആഘോഷമായിരുന്ന ചടങ്ങിന്റെ വിശേഷങ്ങൾ ബ്ലോഗായി താരപുത്രി പങ്കിട്ടിരുന്നു. എല്ലാം കൊണ്ടും ദിയയുടെ വിവാഹത്തേക്കാൾ മനോഹരമായിരുന്നു വളകാപ്പ് ചടങ്ങ് എന്നായിരുന്നു കമന്റുകൾ. ഇപ്പോഴിതാ വളകാപ്പ് ചടങ്ങിന് ദിയ കയ്യിൽ അണിഞ്ഞിരുന്ന മെഹന്തിയുടെ ചിത്രങ്ങളാണ് ചർച്ചയാകുന്നത്. ഒരുപാട് മെഹന്തി ആർട്ടിസ്റ്റുകളുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ടാലന്റ് ഉള്ളവരാണ്. പക്ഷെ അവർ എനിക്ക് സിമ്പിളായി ഇട്ട് തന്നതും അവരുടെ പേജിൽ കണ്ടതുമായ ഡിസൈനുകൾക്ക് മുമ്പ് ഞാനിട്ട ഡിസൈനുകളൊക്കെയായി സാമ്യമുണ്ടായിരുന്നു. പക്ഷെ വളകാപ്പിന് ഞാനിട്ട മെഹന്തി ഡിസൈൻ എനിക്ക് മനോഹരമായി ഇട്ട് തന്നത് ഹെന്ന ബൈ സുമി എന്ന പെൺകുട്ടിയായിരുന്നു. ചലഞ്ചിങ് ആയൊരു ഡിസൈൻ ആയിരുന്നു സുമിക്ക് ഞാൻ നൽകിയത്. ഒരു കയ്യിൽ ബേബി കൃഷ്ണനും മറ്റൊരു കയ്യിൽ കുഞ്ഞു കൃഷ്ണൻ നടന്നു പോകുന്നതും ചെറിയ കാൽപാദങ്ങളുമായിരുന്നു ഡിസൈൻ. കുട്ടി കൃഷ്ണന്റെ മുഖം അലമ്പാകുമോ എന്ന ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. വളരെ മനോഹരമായി മുഖത്തിന്റെ ആകൃതി അതുപോലെ ഭംഗിയായി വരച്ചിരുന്നു. അധിക സമയം എടുക്കാതെ വളരെ പെട്ടെന്ന് മെഹന്തി ഇടുകയും ചെയ്തു. ഞാൻ കൊടുത്ത ഒരു ഗുജറാത്തി ഡിസൈൻ ആയിരുന്നുവെന്നാണ് ദിയ പറഞ്ഞത്. മെഹന്തി ചിത്രങ്ങൾ വൈറലായതോടെ കുഞ്ഞിന്റെ ലിംഗനിർണയം ദിയ നടത്തിയോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഉയരുന്നത്. ആൺകുഞ്ഞ് പിറക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാകും ദിയ കയ്യിൽ ഉണ്ണിക്കണ്ണനെ തന്നെ വരച്ചത് എന്നും ആരാധകർ പറയുന്നു. ഇന്ത്യയിൽ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം നടത്താൻ നിയമം അനുവദിക്കുന്നില്ല. എന്നാൽ വിദേശത്ത് പോയാൽ എല്ലാവർക്കും കുഞ്ഞിന്റെ ജെൻഡർ മനസ്സിലാക്കാനും ജെൻഡർ റിവീലിംഗ് ചടങ്ങ് നടത്താനും സാധിക്കും. ഗർഭകാലത്തിന്റെ തുടക്കത്തിൽ വിദേശത്തേക്ക് ദിയ പോയതുകൊണ്ട് കൂടിയാണ് ആരാധകർക്കിടയിൽ സംശയം ബലപ്പെട്ടത്. അടുത്തിടെ ചെന്നൈ ട്രിപ്പ് നടത്തിയപ്പോൾ ദിയയ്ക്ക് ആൺകുഞ്ഞ് പിറക്കുമെന്നൊരു ഹസ്തരേഖ ശാസ്ത്രം പഠിച്ചയാൾ പറഞ്ഞത് അങ്ങനെ ഒരു ഗട്ട് ഫീലിംഗ് തനിക്കുമുണ്ടെന്ന് ദിയയും പറഞ്ഞിരുന്നു. എന്നാൽ ദിയയ്ക്ക് പെൺകുഞ്ഞാകും പിറക്കുക എന്നാണ് ഏറെ പേരുടെയും പ്രവചനം.